നമസ്കാരം. നമുക്ക് ഈ നട്ടെല്ലിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡിസ്കിനുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ഡിസ്കിൻ്റെ ഹെർണിയേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്ക് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ നട്ടെല്ല് കശേരുക്കളായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നട്ടെല്ല് പല പല ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനിടയിലുള്ള ഓരോ എല്ലിന് ഇടയിലും ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഡിസ്ക് പോലെ തന്നെയാണ് ഓരോ എല്ലിനിടയിലും ഈ ഡിസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ജെല്ലി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന് ചുറ്റും ഒരു പ്രത്യേക രീതിക്കുള്ള ഒരു ആവരണം, ഒരു മസ്കുലാർ ജെല്ലി ആയിട്ടുള്ള തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആവരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കോൺക്രീറ്റ് പാലങ്ങളുടെ ഓരോ ഗ്യാപ്പിനിടയിലും ഈ ഒരു കട്ടിയായിട്ടുള്ള ഒരു റബ്ബർ ഘടിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇതുപോലത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നട്ടെല്ലുകൾക്കും നൽകിയിട്ടുള്ളത്. അത്രയും സ്ട്രോങ്ങുമാണ്. എന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്. അപ്പോൾ ഈ പറയുന്ന ഡിസ്കിനിടയിലുള്ള ജെല്ലി ഈ മസ്കുലാർ ലെയറിനെയും കടന്നുകൊണ്ട് ആ ഒരു അകത്തോട്ട് ചലിക്കുകയും ഒരു ഹെർണിയ പോലെ തന്നെ നമ്മൾ സാധാരണ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹെർണിയ പോലെ തള്ളി വരികയും അത് ഈ നമ്മുടെ നാഡിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തലച്ചോറിൽ നിന്ന് വരുന്ന നാഡികൾ, ഞരമ്പ് എന്ന് പറയുന്ന ഭാഗത്തിലെ നെർവ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അത് തള്ളി കയറുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ ചെന്ന് തള്ളുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ആംഗിളിൽ ചരിയുകയോ കമരുകയോ ഏത് ആംഗിളിലാണോ ഞരമ്പിലേക്ക് ഈ ബഡ്ജ് ചെയ്ത ഭാഗം തട്ടുന്നത് ആ സമയത്തുണ്ടാകുന്ന വേദനയാണ് ചിലർ പറയുന്നത് എനിക്ക് ഇന്ന ആംഗിളിൽ തിരിയുമ്പോഴാണ് എനിക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഈ ബഡ്ജ് അല്ലെങ്കിൽ ഈ ഹെർണിയേഷൻ തട്ടിയിരിക്കുന്ന ഞരമ്പിൻ്റെ ഭാഗങ്ങൾ, അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്ന രീതിക്ക് നമ്മുടെ ഇടപിങ്ങല നാഡിയെന്ന് മർമ്മ ചികിത്സയിൽ പറയും. അതുപോലെ തന്നെ സുഷുമ്ന. ഏത് ഭാഗത്താണോ പ്രശ്നം, ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്താണോ പ്രശ്നം സംഭവിക്കുന്നത് അങ്ങോട്ടാണ് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. ഇത് തന്നെ സയാറ്റിക്കയായിട്ട് മാറാനുള്ള സാധ്യതയും ഏറ്റവും കൂടുതലാണ്. ഇപ്പം ഇടത് സൈഡിലോട്ടുള്ള നാഡിയിലാണ് തൊടുന്നതെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഇടത്തെ കാലിൻ്റെ തുടയിലുണ്ടായിരിക്കും. അതിന് പിന്നെ വീണ്ടും താഴോട്ടുണ്ടാകുന്ന ജോയിൻറ്റിൽ ബ്ലോക്കുകൾ ഉണ്ടാവുകയും ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാൻ കാരണമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ചികിത്സ മർമ്മ ചികിത്സ തന്നെയാണ്. ഈ പോയിൻറ്റ്സ് നോക്കി, പ്രത്യേകിച്ച് ഈ നാഡികളെ നോക്കി ചികിത്സ ചെയ്യുന്നത് മർമ്മ ചികിത്സയാണ്. അപ്പോൾ അതിനുള്ള മർമ്മ ചികിത്സ ഏറ്റവും നന്നായിട്ട് എപ്പോൾ ചെയ്യും അപ്പോഴും മാത്രമേ നമുക്ക് ഈ പറയുന്ന വേദനയിൽ നിന്ന് ആശ്വാസം ഉണ്ടാവുള്ളൂ. സാധാരണ പുറത്തുനിന്നുള്ള തിരുമിയത് കൊണ്ടോ ഒന്നും ഈ പറയുന്ന കണ്ടീഷനിൽ മാറ്റം ഉണ്ടാകുന്നില്ല.